റിയൽ വാരിയറിൻ്റെ തന്നെ സ്കൂബി. പിന്നെ നമ്മുടെ തായി ഫ്രോഗാണ്, തായി ഫ്രോഗ് അതൊരെണ്ണമുണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്ക് പേരറിയത്തില്ല, ഇത് കൊണ്ടുവരണം. ഇതും അറിയത്തില്ല പേര്, ഇതും ഒരെണ്ണം. പിന്നെ നമ്മുടെ ബ്രാവോയുടെ ആങ്സ് അത് കൊണ്ടുവരണം. പിന്നെ ഇതും ഏതോ റിയൽ വാരിയറിൻ്റെ ഏതോ ഒരു മോഡലാണ്, ഇത് എനിക്ക് പേരറിയത്തില്ല. അപ്പം നിലവിൽ ഇത്രയും ഫ്രോഗാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്കൊന്നൊരു 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 5-8 എണ്ണം ഉണ്ടാവും. 1 2 കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇത്ര ഫ്രോഗാണ് എൻ്റെ കയ്യിൽ നിലവിലിരിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയേക്കുന്നത് ഇതിലാണ്, സ്കൂബിയിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫ്രോഗാണ് സ്കൂബി. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മീൻ കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഇതിലും അത്യാവശ്യം ഒരു 1-2 എണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കിട്ടിയതൊക്കെ വലുതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് സാധനമൊക്കെ ഇതിൽ കിട്ടി. ഇത് ഞാൻ പുതിയത് മേടിച്ച്. പിന്നെ ഇതും പുതിയത് മേടിച്ചത്, പക്ഷേ ഇത് മേടിച്ചിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും പറയുന്നത് നല്ല ഫ്രോഗാണെന്ന് പറഞ്ഞാൽ മേടിച്ചത്. അപ്പോൾ വേറൊരു ഫ്രണ്ടിനുണ്ടായിരുന്നു, അപ്പോൾ അവന് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടിയത് ഇതിലാണ്. പക്ഷേ ഇത് വെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് റിട്രീവ് ചെയ്ത് വരുമ്പോൾ തന്നെ മീൻ അടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചത്. പക്ഷേ ഇതെനിക്ക് ഇതുവരെ നിലവിൽ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഇനി ഇറങ്ങണം. പിന്നെ ആങ്സ, ഇതിൽ അത്യാവശ്യം മീൻ കയറിയിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ഫ്രോഗ്. പിന്നെ ഇതിലെനിക്ക് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ നിലവിൽ. ഇത് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം, ഇത് ഏത് ഫ്രോഗാണെന്നുള്ളത്. എനിക്കൊരു പിടുത്തവും ഇല്ല. മേടിച്ചപ്പോൾ അറിയാമായിരുന്നു, കവറിൽ പേരുണ്ടായിരുന്നു. ഇതിലും കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ 2 എണ്ണം അടിച്ചിട്ടുണ്ട്, ഇതിലും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പമുള്ളത് കൊണ്ടായിരിക്കണം. ഇനി ഞാനിവിടെ ലോക്കൽ ഏരിയയിൽ മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ, പിന്നെ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ കിട്ടാത്തത്. അപ്പം ഇതാണ് നിലവിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രോഗ്. ഇത്രയുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ വെച്ചേക്കാം. പിന്നെ ഇത് ലിപ്പ് ഗ്രിപ്പർ. അപ്പോൾ ഇത് അത്യാവശ്യം ലോക്കൽ സാധനമാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ചെറിയൊരു യൂസേജിനൊക്കെ പറ്റും. അത് ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഇവിടെയാണ് പിടിച്ച് വലിക്കേണ്ടത്. പിന്നെ കയ്യിലിടാനായിട്ടുള്ള സംഭവമുണ്ട്. കുഴപ്പമില്ല. ഇത് 200 രൂപ റേഞ്ച് പറ്റേ ഉള്ളൂ ഈ സംഭവം, ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മറ്റേ ഹുക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്, ചെറിയൊരു മങ്കി പ്ലെയറാണ്. ഇത് ഏതാണ്ട് 100 രൂപ അടുത്ത ആയുള്ളെന്ന് തോന്നുന്നു. മറ്റേത് ഞാൻ തിരക്കിയായിരുന്നു, പക്ഷേ അതിന് എനിക്ക് 200-250 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതില്ലാത്തത് കൊണ്ടും പിന്നെ ഇത് കയ്യിൽ കിട്ടിയത് കൊണ്ടും പിന്നെ ഇത് ഉപയോഗിക്കുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സാധനം. റീൽ ഉപയോഗിക്കുന്നത് ബൈറ്റ് കാസ്റ്റിംഗ് റീലാണ്. ഇത് നമ്മുടെ ടൊർണാഡോയുടെയാണ്, ലൂക്കാനയുടെ തന്നെ ടൊർണാഡോ എന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം നിലവിൽ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ, അതായത് എനിക്ക് എന്തെങ്കിലും നമ്മുടെ ഫ്രോഗിൻ്റെയൊക്കെ ഇത് വിട്ടു പോകുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ ഡെപ്പിക്കകത്തായിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ കുറേ നാളായിട്ട് ഇത് എന്താണെന്ന് തുറന്ന് നോക്കിയിട്ടില്ല. അത് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് കുറച്ച് പണ്ട് കൂരിവാള പിടിക്കാൻ വേണ്ടി കിഴക്ക് പോകുമായിരുന്നു. നമ്മളിവിടെ കിഴക്ക് ചെറിയൊരു ആറുണ്ട്, കായലുണ്ട്, എല്ലാം അടുത്താണ്. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരുന്നപ്പം മറ്റേ ഹുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ആക്സിലേറ്റർ കേബിളില്ലേ, അപ്പോൾ അതിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തത്. അതിൽ 2 ഹുക്കൊക്കെ ഇട്ടിട്ട് കൂരിവാള പിടിക്കാനായിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇത് കണ്ട വലിയ കൊളുത്ത്, ഇതെനിക്ക് തോന്നുന്നു കടലിൽ ഇട്ടുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, ഇതും കടലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കടലിൽ ഹമ്മൂറൊക്കെ വരുന്ന ടൈമിൽ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹുക്ക് ഇത്. വലിയ ഹുക്ക് കുറേ ഉണ്ട്. പിന്നെ മറ്റേ മണി, ഇത് നമ്മുടെ
കിഴക്ക് പോകുമ്പോഴത്തേക്ക് സ്റ്റിക്കയിൽ കുത്തി വെക്കുന്നത്. അതിൻ്റെ സംഭവം വിട്ടുപോയതാണ്. വേറെ അടിച്ചൊരു സാധനം. നിലയിൽ ഇതൊക്കെയാണ് ഈ ഡപ്പിക്കകത്ത് ഇരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് റോൾ ചെയ്ത് വെച്ചേക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനുള്ളൊരു ബോക്സ് ഇതാണ്. ഇതിനകത്തും ഒരു എനിക്ക് ഒരു സ്റ്റിക്ക് മേടിച്ചപ്പോൾ, അതായത് ഞാൻ വേറൊരു കൂട്ടുകാരൻ്റെ സ്റ്റിക്ക് മേടിച്ചപ്പോഴത്തേക്ക് ആ ഷോപ്പ് വരെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു ഒരു ഫ്രോഗ്. ഇത് അത്യാവശ്യം ചേർമീനൊക്കെ അടിക്കും, പക്ഷേ അതുള്ളിടത്ത് പോയി എറിയണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് ഒരുപാട് ഫ്രോഗ് മേടിച്ച് വെക്കും. അങ്ങനെ മേടിച്ചാൽ ഞാനും ഇപ്പോൾ അത്രയും ഫ്രോഗ് ഇരിക്കുന്ന കണ്ടില്ലേ. ഇത് ഒരു ഫ്രോഗ് മേടിച്ചിട്ടേ എൻ്റെ ഹുക്ക് പോയായിരുന്നു. പിന്നെ റബ്ബറെല്ലാം ഒട്ടി 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 എൻ്റെ ആകെപ്പാട് വേസ്റ്റായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഫ്രോഗ് ആണെങ്കിൽ അധികം നാൾ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എങ്ങനെ ഇരുന്നതാണിത്. ഇത് റബ്ബർ ഒട്ടി വേസ്റ്റായിപ്പോയി. ഇനിയിപ്പം ഇത് കളയാൻ മാത്രമേ ഉള്ളത്തുള്ളൂ, അല്ലെങ്കിൽ പുതിയത് മേടിക്കണം. ഇത് കളയാം നമുക്ക്. പിന്നെ ഇത് നമ്മുടെ ഏത് ഫ്രോഗായിരുന്നു? ഇത് ഒരു എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരുന്നു. ഞാനും അതിൻ്റെ പേര് മറന്നു, പെട്ടെന്ന് വായി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇതിൻ്റെ ഒന്നും പേര് ഓർക്കത്തില്ല. ഇത് നല്ലൊരു ഫ്രോഗാണ്, എല്ലാവരും മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫ്രോഗാണ്. ഈ ഡോറ ഇപ്പോൾ ഡോറയുടെ മഞ്ഞ കളർ സാധനമായിരുന്നു. പക്ഷേ എനിക്കിത് അധികം യൂസ് ആയിട്ടില്ല. ഇതിൻ്റെ ഹുക്കൊക്കെ പെട്ടെന്ന് പോയി, ഇതിൻ്റെ ജോയിൻ്റ് വിട്ടുപോയി. അതുകൊണ്ട് എനിക്കിത് ഡോറ മേടിച്ചിട്ട് ഭയങ്കര നഷ്ടമായിരുന്നല്ല, എനിക്ക് യൂസ് ചെയ്യാനേ പറ്റിയില്ല. ഞാൻ തിരിച്ച് ഷോപ്പിൽ കൊണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ കിടന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നത്. ഇത് ഞാൻ ഒരുപാട് ഒരു 5-6 വർഷത്തിന് മേളിലായി സാധനം മേടിച്ചിട്ട്. ഇതുവരെ ഉപയോഗിക്കേണ്ടതേ വന്നിട്ടില്ല. ഇത്രയും വലിയ മീനൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഞാൻ വലുതായിട്ട് പുറത്തോട്ട്, അതായത് കുട്ടനാട്, ചമ്പക്കുളം അങ്ങോട്ടൊന്നും വലുതായിട്ട് പോയിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ മീൻ പിടുത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇപ്രാവശ്യമൊക്കെ പോകണമെന്നാണ് ആഗ്രഹം. പോകും എന്തായാലും. പിന്നെ ഇത് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ വാള പിടിക്കാൻ ഉപയോഗിക്കുന്ന സംഭവം. ഇതിങ്ങനെ നമ്മുടെ സ്റ്റിക്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മൂലയെ പിടിച്ച് വലിക്കുമ്പോൾ ഈ സാധനം കിടന്ന് അനങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ വന്ന് സ്റ്റിക്ക് എടുക്കുക, ഹുക്കപ്പ് കൊടുക്കുക, വലിച്ച് കയറ്റുക. അത് വലിഞ്ഞു പോയത് അത് 2-3 ഉണ്ട്. ഇത് ഓരോ ഫ്രോഗിൻ്റെ സംഭവമൊക്കെ പൊട്ടിപ്പോയേക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ ഇതിനകത്ത് വെച്ചത് കൊണ്ട് കിടന്നത്. പിന്നെ നമ്മുടെ ഇതെന്താ സംഭവം, നമ്മുടെ ഫ്രോഗിൻ്റെ പുറകെ കിടന്ന് കറങ്ങത്തില്ലയോ, ആ സംഭവമാണിത്. ഇതും ഏതോ ഫ്രോഗിലാന്ന് വിട്ടുപോയതാണ്. പിന്നെ ഇത് ഡബിൾ ഹുക്ക്, ഇതും ഫ്രോഗിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് ഇതുവരെ മേടിച്ചിട്ടില്ല, ഞാൻ ഓർക്കുന്നില്ല സംഭവം. ഇത് ഏതെങ്കിലും ഫ്രോഗിൽ നിന്ന് പോയതായിരിക്കണം. പിന്നെ നമ്മുടെ ഒരു ലോക്ക് ഒരെണ്ണം കയ്യിലുണ്ട്. പക്ഷേ ഇത് സംഭവം എന്നാന്ന് വെച്ചാലേ പൊട്ടിപ്പോയതാണ്. ശ്രദ്ധിച്ചറിയാം, ഇത് കണ്ട ആ ലോക്ക് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ വല്ലയിടത്തും വലിച്ചെറിയണ്ടല്ലോ എന്ന് ഓർത്ത് എടുത്ത് പെട്ടിക്കകത്തിട്ട് വെച്ചിരുന്നത്. ഇതിനകത്ത് കുറച്ച് ഹുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഇതൊക്കെ പണ്ട് കടലിൽ പോയ സമയത്ത് മേടിച്ച കുളുത്ത്. ഇതിനകത്ത് കിടക്കുന്ന കുളുത്താണ് മറ്റേ ഡപ്പിയിൽ ഞാൻ ഇട്ട് വെച്ചേക്കുന്നില്ലേ, അങ്ങനത്തെ. പിന്നെ ഇതെന്തുവാ നോക്കട്ടെ. ഇത് നമ്മുടെ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ഓർക്കുന്നില്ല കേട്ടെ. സത്യം പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്തും ഇതൊന്നും ഓർക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്നാപ്പോ സിവലോ അങ്ങനെ എന്തോ സാധനം, അങ്ങനെ എന്തോ പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊന്നും അറിയാതെയാണ് നീ ചൂണ്ടിടാൻ പോകുന്നതെന്ന് ആരും ചോദിക്കണ്ട, സർവ്വസാധാരണ മറന്നുപോയി. അപ്പോൾ ഈ 2 സംഭവം ഉണ്ട്. പിന്നെ നേരത്തെ ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ കടലിലൊക്കെ കൊണ്ടുപോയി ഇതിപ്പോൾ തുരുമ്പിച്ച് മേടിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ തുരുമ്പിച്ച് ഈ കോലത്തിലായി. അങ്ങനെ നിലവിൽ നമ്മുടെ 2 പെട്ടിയും ഇത്തരം സാധനങ്ങളുമാണ് നമ്മുടെ പെട്ടിക്കകത്തുള്ളത്. പിന്നെ സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ലുക്കാനോടെ തന്നെ നമ്മുടെ ഏതായിരുന്നു, ലുക്കാനയുടെ ഏതൊരു സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാനേ ലുക്കാനയുടെ സ്റ്റിക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്ക്. ഇത് ലുക്കാനയുടെ തന്നെ പ്രെഡേറ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് കണ്ടേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലുക്കാനോ പ്രെഡേറ്റർ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെടുത്തിട്ട് എനിക്ക് തോന്നുന്നൊരു
2 വർഷം 3 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം ഇതിൽ കുറേ നാളായിട്ട് ഞാൻ ഇതിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പെന്നിൻ്റെ മാക്കോ എന്ന് പറഞ്ഞൊരു ഫ്രഷ് വാട്ടറിൻ്റെ ഒരു സ്റ്റിക്ക് കൂടെയുണ്ട്. അത് ഇപ്പം ഏറെക്കുറെ ഒരു 8 വർഷത്തിന് മുകളിലായി. അപ്പം പിന്നെ ഉപയോഗിക്കുന്നത് അതായിരുന്നു ആദ്യം ഞാൻ മേടിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് മേടിച്ചത്, ഈ വരാലൊക്കെ പിടിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആക്സസറീസും ചൂണ്ടയും ഫ്രോഗും എല്ലാം ഇത്രയും സാധനമാണുള്ളത്. ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ടേ ഇതിനകത്ത് എങ്ങനെയാണ് നൂല് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു ലോക്കുണ്ട്, ഇത് ഇവിടെ ഈ ലോക്കില്ലേ, ഇത് ജസ്റ്റ് ഫ്രണ്ടോട്ട് സ്ലിപ്പ് ചെയ്തിട്ട് ഇത് ഊരിയെടുക്കും. അതിൻ്റെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇനി ആരെങ്കിലും ബൈക്ക് കാസ്റ്റിംഗ് റീൽ മേടിക്കുവാണെങ്കിൽ, ഇനി പേഴ്സണലി ഊരി എടുക്കുവാണെങ്കിലേ തിരിച്ചെങ്ങനെ ഇടണമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഉപകാരമായിട്ടെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം എന്തായാലും. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നിലവിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവാണുള്ളത്. പിന്നെ വ്യൂസ് എവിടെ നിന്നൊക്കെ വരും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ശരി, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.